ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മളങ്ങനെ മസനഗുഡിയിലാണ്. ഇന്നലെ രാത്രി വലിയ തണുപ്പൊന്നും ഇല്ലെന്നും പറഞ്ഞ് വണ്ടിക്കകത്ത് കിടന്നുറങ്ങി. എന്റെ പോലോ രാവിലെ ആയതൊക്കെ പേര് തണുപ്പ്. 17 വന്നു അല്ലേ? 17 വന്നു. 17 ഇപ്പൊ നമ്മുടെ നാട്ടിലും 17 വരുന്നുണ്ട്. ആ ഒരു തണുപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഒന്ന് പോയിട്ട് ഇവിടെ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളൊന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി. ചെറിയ ഡ്രസ്സും അറിയില്ല, ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഞാൻ കുളിക്കാത്തോണ്ടല്ല, കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയി, കുളിച്ചു. ജസ്റ്റ് ഒന്ന് ആൻസി കുളിച്ചു. ഞാൻ കുളിച്ചിട്ടില്ല. ഉള്ളതുപോലെ പറയണല്ലോ അല്ലേ? നമ്മൾ പറയണ്ടല്ലോ. ഞാൻ എന്തായാലും ഡ്രസ്സ് പറയും. ഈ തണുപ്പത്ത് കുളിച്ച് കഴിഞ്ഞാൽ നാളെ തൊട്ട് നമ്മുടെ യാത്ര മുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസം നമ്മളങ്ങനെ മസനഗുഡി എത്തി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കാണ്. അപ്പോൾ അതെ, ഇവിടെയാണ് നമ്മൾ വണ്ടി നിർത്തിയിട്ട്. തണുപ്പ് എങ്ങനെയുണ്ട് ആൻസി? രാവിലെ തന്നെ നല്ല രസമുണ്ടല്ലോ. ഫ്രഷപ്പായി കഴിഞ്ഞിട്ടാട്ടോ വണ്ടി ഇങ്ങോട്ട് കൊണ്ടിട്ടേ. അതെ, നമ്മൾ ഇന്നലെ കിടന്നോട് തന്നെയാണ് കിടന്നത്. നമ്മൾ ഇന്നലെ റോഡ് സൈഡിലാട്ടോ കിടന്നത്. ഇത് ഞങ്ങൾ ശരിക്കും നമുക്ക് ഇന്നലെ ഇവിടെ കിടന്നാലും മതിയായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? ഇവിടെയൊക്കെ വല്ല ആന ഇറങ്ങുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ പെടും. അപ്പോൾ നമുക്ക് അയ്യോ ഇത് ലോക്കാണല്ലോ, തുറന്നിട്ടില്ലല്ലേ? അപ്പൊ ഇനി കുക്കിങ്ങിലേക്കുള്ള പരിപാടികൾ തുടങ്ങാം. താക്കോല് ഫ്രണ്ടിലാ. ആ വണ്ടിയെ തന്നെ ഊരറിയോ? നോക്കട്ടെ. ബേക്കോട്ട് തിരിച്ചിട്ട് ഊരണേ, ചുമ്മാ വലിച്ചു ഊരരുത്. ഞെക്കിയിട്ട് മുമ്പോട്ടല്ലടി ബേക്കോട്ട്. ഇനി ഊര്. ഇതാണ് അറിയുമെന്നും പറഞ്ഞ് ഓടിയ ആള്. ഞാൻ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണെങ്കിൽ എടുത്തിട്ട് വരുമല്ലോ. അതൊക്കെ വരൂ. അപ്പൊ ഇനി ഇതാണ് ഞങ്ങളുടെ ബെഡ്ഷീറ്റ് ആയിരുന്നു കേട്ടോ. ഇത് മറ്റേ വലിച്ചിടുന്ന സൈസാണ്. അതാകുമ്പോ തണുത്തട്ടോ അയ്യാ, പേര് തണുപ്പാട്ടോ. കിടന്നോ കൊച്ചു കിടന്നോ. അപ്പൊ നമുക്ക് നമ്മുടെ കുക്കിംഗ് തുടങ്ങാം അല്ലേ? ഈ കുക്ക് ചെയ്യുന്ന സമയത്തെ ഈ തുണികളൊക്കെ അവിടെ നിന്ന് ഇച്ചിരി മാറ്റുന്നത് നല്ല. കുഞ്ഞാറ്റ അങ്ങനെ ഇരിക്കണ്ട. ഇതെല്ലാം തുറക്കണ്ടല്ലോ, ചായക്കുള്ളത് മാത്രം പോരെ. അപ്പൊ ഞങ്ങളിത് ഇന്നലെ ഒരു പാക്കറ്റ് പാല് മേടിച്ചിരുന്നു കേട്ടോ. പക്ഷെ ഇതിൽ രസം എന്താ അറിയോ? 1/2 ലിറ്റർ പാല് നമ്മൾ 2 പേര്. ഈ ടീമിന് പിന്നെ പാൽ ചായനോട് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും കുടിപ്പിക്കണം. കാരണം ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കട്ടൻ ചായ വിട്ടൊരു കളിയില്ല കൊച്ച്. പൊക്കി ഒഴുകി സിനിമയിലൊക്കെ ഉണ്ടല്ലോ, അങ്ങ് പൊങ്ങട്ടെ. മൊത്തം എടുത്ത് അല്ലാണ്ട് പകുതി നമ്മളെ ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ, അങ്ങനെ വെക്കൂ. കുഞ്ഞാറ്റ ചോദിച്ചെന്താ കേട്ടോ, പാല് കറക്കുവാണോ അമ്മേ? നല്ല കാറ്റും. ഇത് നമ്മൾ എടുത്തത് എന്തായാലും നന്നായി കേട്ടോ. അടിപൊളി തണുപ്പ്, ഒരു രക്ഷയില്ല. എന്റെ പൊന്നോ, വേഗം ചൂട് ചായ വെച്ച് കുടിച്ചിട്ട് അല്ലടി ലൈറ്റർ എടുത്തോ? എന്താ ലൈറ്റർ ഇല്ലാണ്ട് വെള്ളം പോലും ഒഴിക്കണ്ടല്ലോ അല്ലേ? കുറച്ചു നേരം കറക്കണം. പൈപ്പിലുള്ള ഗ്യാസ് പോയതുകൊണ്ട് കൊച്ചു പിടിക്കുക. അങ്ങോട്ട് എടുത്തു വെച്ചേ. കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു. അത് അങ്ങനെയല്ല, ഞാൻ കത്തിക്കാ. എന്താ അറിയോ, കാറ്റിന്റെ മാത്രല്ല, കാറ്റിന്റെ അല്ല പ്രശ്നം. ഇതിങ്ങനെ ഉള്ളതുകൊണ്ട് കാറ്റിന്റെ ഒരു വിഷയം വരുന്നില്ല. സീൻ എന്താണെന്നറിയോ? എന്താ, ഈ പൈപ്പിലുള്ള ഇത് മൊത്തം പോയി ഗ്യാസ്. എന്നിട്ട് നമ്മളത് അതിങ്ങോട്ട് കറക്റ്റ് വരാഞ്ഞിട്ടാ. തേയിലൊക്കെ എടുത്തു വെച്ചോ? ചോക്ലേറ്റ് തേയില ഇട്ടാലോ? നമ്മുടെ ഊട്ടിയിലെ ചോക്ലേറ്റ് തേയില ഇതിലല്ലേ? കൊച്ചിന് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം അല്ലേ? കൊച്ചിന് ബൂസ്റ്റ് ഇട്ട് തരട്ടെ. അപ്പൊ ശരിയായി. ഇത് ചിക്കൻ ഇതല്ലേ? ഇത് നമ്മള് ഊട്ടിയിൽ നിന്ന് തന്നെ കഴിഞ്ഞ യാത്രയിൽ മേടിച്ച ചോക്ലേറ്റ് തേയിലയാണ് കേട്ടോ. അങ്ങോട്ട് മാറിയിരിക്കും. കൊച്ചാ പുതപ്പിന്റെ അടുത്ത് പോയിരുന്നേ. അടുപ്പിൻ ചോട്ടിൽ നിന്ന് മാറുന്നില്ല. ചൂട് എന്താ ആൻസി തപ്പണേ? ആദ്യം തൊട്ട് പാടിക്കേ. കുഞ്ഞാറ്റ ഇവിടെ ഭയങ്കര പാട്ടാട്ടോ. ആദ്യം തൊട്ട് പാട്. മിയാ മിയാ വെച്ച് പാട്. ഓ എന്തൊരു നാണ. അതെ അതെ. അല്ല, അത് നമ്മൾ ഇതും കൂടി ഇല്ലാതെ പെട്ടുപോയാ. ഈ വഴി ശരിക്കും റിവർ സൈഡ് ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴി കേട്ടോ.
1300 രൂപയാണ് ഇവിടെ ശരിക്കും പശുക്കൾ. അവിടെ ജീപ്പുകാർ ജീപ്പുകാർ ആരും ഇങ്ങോട്ട് കയറ്റി വിടില്ല. നമ്മൾ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എടുത്തു പോവാം. അല്ല ഇവിടുന്ന് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പ്രൈവറ്റ് വണ്ടി കൊണ്ട് പോവാ. അപ്പൊ പുള്ളി പുള്ളി പറഞ്ഞെന്നറിയാം, നമുക്കൊന്ന് പോയി നോക്കിയാലോ. ഇതിലെ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മൃഗങ്ങൾ എവിടെയാന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന്. ചേട്ടന്മാർക്ക് അറിയാം. അതെ അതെ GPS ഉണ്ട്. ചായ കുടിക്കാൻ വേണ്ടി ആൾക്കാരുടെ എണ്ണം കൂടുക കേട്ടോ. ചായ മാറ്റി ഞാൻ വണ്ടി ഇച്ചിരി മാറ്റണോ? പൊക്കോ. എന്റെ കൊമ്പൊക്കെ കണ്ടിട്ട് പേടിയാണ്. തോണ്ടി എടുത്ത് എറിഞ്ഞാലേ പച്ചയാകുമ്പോ പുല്ലാന്നല്ലേ വിചാരിക്കുള്ളൂ, ചുമപ്പല്ലേ ഇടണ്ടാത്ത. ഇവൻ നേരത്തെ വന്നാട്ടോ ഈ മൂരി. ഇവൻ ഇവിടെ തന്നെ ഈ ലൊക്കാലിറ്റി തന്നെ ഉള്ളവനാണ്. തിളക്കാൻ ഒന്ന് ഇളക്കടി, അല്ലെ പാട് പിടിക്കും. നമ്മൾ അരിപ്പൊന്നും എടുത്തില്ലല്ലോ. ഞഞ്ഞായി കഴിഞ്ഞ പ്രാവശ്യം അരിപ്പുണ്ട്, അതേപോലെ തിരിച്ചുകൊണ്ടിരിക്കും. ഈ പ്രാവശ്യം അരിപ്പേന്റെ ആവശ്യം വന്നപ്പോ എടുത്തുമില്ല. ഇതന്നെ കുഞ്ഞ് എങ്ങനെ കിടക്കുന്നേ? ചായ തട്ടി കളയോ? അതാണ് എന്റെ പേടി. പഞ്ചസാര ഇടാം. ലേശം പഞ്ചസാര ഇട്ട് കൊടുത്തേ. തിളച്ച് കഴിയുമ്പോഴേ കുഞ്ഞാറ്റേണ്ടത് മാറ്റിയിട്ട് നമ്മളെ ചായ ഇടാം. അതെ. അപ്പൊ നമ്മുടെ ചായ വെക്കൽ കഴിഞ്ഞു. കടി എന്തേടി? കടി ഞങ്ങളിതേ നമ്മുടെ അമ്പലയിൽ നിന്ന് കുറച്ച് കുഴലപ്പം മേടിച്ചിട്ടുണ്ട്. കാരണം കൊച്ചിന് എരിവുണ്ടാണ്, സാധനമുണ്ട്, കുഴലപ്പം ഉണ്ട്. ഇനി ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ ആകെ കിട്ടുന്ന ഒരു കടി എന്ന് പറയുന്നത് നമുക്കും നമുക്ക് വേണ്ട, നമുക്കും വേണ്ട. ആ ചൂടുണ്ടാവും, ചൂട് ഇതിലേക്ക് തന്നെ വെച്ചു. കൊച്ചിന് നമുക്കിൻ മതി. ആഹാ അടിപൊളി. ചായ കുടിച്ചോട്ടെ. എടി അതിൽ കുറച്ചേ ഉള്ളൂ, ഇത് നീ കുടിച്ചോ. ഇതെന്താ നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചില്ലല്ലോ. തണുക്കുന്നില്ല. ചോക്ലേറ്റ് ചായ. ഇത് മറ്റേ വലിയ കുഴലപ്പല്ല കേട്ടോ, മധുരമുള്ള കുഴലപ്പം. കുഞ്ഞാറ്റ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ചായയുടെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മള് വണ്ടി എടുക്കാണ് കേട്ടോ. പക്ഷെ സമയം എന്തായെന്ന് അറിയോ? 10 മണി. പക്ഷെ നല്ല മഞ്ഞും തണുപ്പൊക്കെ തന്നെയാണ് ഇവിടെ. അപ്പൊ നമ്മളിപ്പോ എങ്ങോട്ടാ പോണേന്ന് നമ്മളൊന്നും വെച്ചിട്ടില്ലല്ലോ അവിടെ. ഇല്ല, ഞാനത് നോക്കിയൊന്ന് തിരിഞ്ഞു. നമ്മളിപ്പോ എങ്ങോട്ടാ പോണേന്ന് അറിയോ? മോയാർ ഡാം. ഇവിടെ ഒരു മോയാർ വില്ലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതേപോലെ മോയാർ ഡാം ഉണ്ട്. നമുക്ക് ഡാമൊക്കെ കണ്ടിട്ട് വരാം അല്ലേ? ആയിക്കോട്ടെ. ഇതില് സാധാരണ ഉണ്ടല്ലോ ഓഫ് റോഡ് വണ്ടികളാണ് കൂടുതൽ കൊണ്ടുപോവുക. ഇവിടെ ഉള്ള ചേട്ടന്മാര് കൊണ്ടുപോകും. നമ്മൾ അങ്ങനെ പോകുന്നില്ല, അതെ. എന്താ അവർക്ക് 1000 സംതിങ് ഉള്ളൂ പ്രൈവറ്റ് വണ്ടി. അപ്പൊ അവര് വിടുവടി. പ്രൈവറ്റ് വണ്ടികളൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. ഇനിയിപ്പോ അഥവാ അവിടെ ചെല്ലുമ്പോൾ തടയാണെങ്കിൽ തിരിച്ചു പോരും, അത്രേ ഉള്ളൂ. അതിൽ വേറെ വർത്താനൊന്നുമില്ലല്ലോ. നമ്മൾ പക്ഷേ നമ്മൾ ഇനി പോവാൻ പോകുന്നത് ഫെൻസിങ് ഇട്ടേക്കുന്നുണ്ടോ? കാരണം ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താ കൃഷി ഉണ്ടല്ലേ? പുല്ലാന്ന് തോന്നുന്നു, അതോ ചോളോ? അവിടെ എന്തോ കൃഷി ഉണ്ട്, ചോളാന്ന് തോന്നുന്നു. ഫോണൊക്കെ അടിച്ചു പോയില്ലെങ്കിൽ ഇവന്മാര് ജീപ്പിൽ നല്ല വെച്ചലക്കി വരും. ഇതാണ് ഡാമിന്റെ ഒരു ഏരിയ. ഡാം എത്തിയവള് എത്തിയില്ലേ? ഇത്ര വിട്ടത് അല്ല, ഇത് തുടക്കം. അപ്പുറത്തേക്ക് കുറച്ചും കൂടി പോവാ. പക്ഷെ വഴിയൊക്കെ അടിപൊളിയാ കേട്ടോ. നല്ല വഴിയാ, വീതി കുറവാണല്ലോ, വഴി അടിപൊളിയാ. കുഴിയും കാര്യങ്ങളൊന്നുമില്ല. ചേട്ടേ, ഒരു നടുക്കാട്ടിൽ കൂടെ പോണ ഒരു ഫീൽ ഉണ്ടല്ലോ. നോക്കണ്ടെന്ന്, ഇവിടെ നമ്മൾ നിന്ന സ്ഥലം മൊത്തം കാടിന്റെ ഏരിയ അല്ലേടി. ആണല്ലേ? നമ്മള് പക്ഷെ കുറച്ചും കൂടെ ഉള്ളിലേക്ക് കേറി മാത്രം. മോയാർ ഡാം അല്ലേ? ചെറിയൊരു പവർ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയൊരു കറണ്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ അങ്ങനെയല്ലല്ലോ എഴുതിയേക്കുന്നത്. അല്ല, ഇത് മോയാർ ഡാം, മരവക്കണ്ടി ഡാം. നമ്മള് മറ്റേ ഡാമിലേക്ക് എത്തിയിട്ടില്ല, ഇത് വേറെ. ഇത് വേറെയാ? 1951 പണി കഴിപ്പിച്ചതാണ്. പ്രൊഹിബിറ്റഡ് ഏരിയ, നോ എൻട്രി. കാരണം എന്താണെന്നറിയാമോ? ഇതിലെ പോവായിരുന്നു. നോക്കിയേ, നല്ലൊരു വ്യൂ ആയിരുന്നു. പക്ഷെ അങ്ങോട്ട് ഇപ്പൊ വിടുന്നില്ല. പണ്ടൊക്കെ വിടുവായിരുന്നു. 2 വർഷം മുമ്പ് വരെ ആൾക്കാർ പോയിക്കൊണ്ടിരുന്ന. ഇതില് ചെറിയ പവർ സ്റ്റേഷൻ ഒക്കെ ഉണ്ട്. അതാണ് നമ്മൾ അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഇതൊക്കെ കണ്ടില്ലേ, അത് അതുകൊണ്ടാ. വിടുവോ? അല്ല, നമുക്ക് മറ്റേ ഡാമിന്റെ അവിടെ ഒന്ന് പോയി നോക്കാം. ഇതിലെ വിടുന്നുണ്ടല്ലോ. ഇതങ്ങോട്ടുള്ള വഴിയാ.
ഇതെവിടെ എന്തോ പോലീസുകാരൊക്കെ നോക്കുന്നുണ്ടല്ലോ. എങ്ങനെ ഞങ്ങൾ അവിടെ കണ്ട ഒരു പോലീസുകാരനോട് ചോദിച്ചു ഇതിൽ പോകാൻ പറ്റുമോന്ന്. പുള്ളി പറഞ്ഞു ധൈര്യമായിട്ട് നോക്കണം. സാധാരണ എങ്ങനെയാന്ന് വെച്ചാല് അവിടെ ആ ബോർഡിൽ എഴുതി വെച്ചേക്കുന്നേ ഇവിടെയുള്ള ലോക്കൽസിന് മാത്രമേ പോകാൻ പാടുള്ളൂ എന്നാണ്. അതാ ഞാൻ പെട്ടെന്ന് നിർത്തി. അന്നേരം പോലീസുകാരനോട് ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. പക്ഷെ റൂട്ട് നോക്കിയേ അടിപൊളി, ഒരു രക്ഷയില്ല. എൻട്രി ഈസ് റെസ്ട്രിക്റ്റഡ് ഫോർ ഔട്ട്സൈഡേഴ്സ് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെ, ഇനി അവിടെ ചെലവ് നമ്മളെ അടുത്ത് പറയോ തിരിച്ചു പോടാന്ന് പറയോ? പുള്ളിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ നമ്മൾ ചോദിച്ചെന്താന്ന്? അല്ല, പുള്ളിയെ പൊക്കോളം കൈ കൊണ്ട് കാണിച്ചല്ലോ. പിന്നെ തമിഴൊന്നും നമുക്ക് വിഷയമല്ലല്ലോ. മലയാളികളുടെ മലയാളവും അവർക്ക് കറക്റ്റ് മനസ്സിലാവും. അതെ, കാരണം തമിഴന്മാർക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്. തമിഴ്നാട്ടിലുള്ള ആൾക്കാർക്ക് ഈ വഴി പോയാലുണ്ടല്ലോ സംഭവം പൊളിച്ചല്ലേ. ഇവിടുത്തെ ലാസ്റ്റ് വില്ലേജും കൂടിയാണ് ഈ മോയാർ വില്ലേജ് എന്ന് പറയുന്നത്. ആ വില്ലേജ് കഴിഞ്ഞ് പിന്നെ അപ്പുറത്തേക്ക് കുറച്ച് ഫോറസ്റ്റും കൂടി കഴിഞ്ഞാല് കർണാടക എത്തി. അമ്പ് അതൊക്കെ അപ്പായി ശ്രദ്ധിക്കണ്ടേ അല്ലേ കുഞ്ഞാറ്റേ? കുഞ്ഞാറ്റ കണ്ടോ മനസ്സി? ഇവിടെ ഇരിക്കുന്ന എന്താന്ന് കണ്ടോ? ഇങ്ങനെ ഇരിക്കുന്നത് മൃഗങ്ങളെ നോക്കി ഇരിക്കുക. മൃഗങ്ങളെ നോക്കിയിരിക്കുകയാണോ? പിന്നെ നോക്കിയിരിക്കുക പിടിച്ചിരിക്കുകയാണോ? പിന്നെ നല്ല കൊമ്പും ആ ഗ്ലാസ് അങ്ങ് കത്തി നല്ല വൃത്തിയിൽ കാണത്തില്ലേ? കൊമ്പ് കണ്ടോ? ഈ കൊമ്പ് ഏതൊരു സമയത്ത് ഒരു പൊഴിക്കുന്ന ഇത് പൊഴിച്ചിട്ട് നല്ലത് വന്നേക്കുന്ന. ഇപ്പൊ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടല്ലേ വന്നേക്കുന്നത്. ഇനി ഹാർഡാവും. എന്തായാലും കൊള്ളാം. ഇവിടെ ഒരു കുഞ്ഞുമാൻ അവിടെ ഉണ്ട്. അത് ഉള്ളിലേക്കൊക്കെ മാനുകളുള്ള ഈ മാനുകളുള്ള സ്ഥലത്ത് സൂക്ഷിക്കുകയും ചെയ്യണം. ആണോ? എന്നാ നീ ഗ്ലാസ് അങ്ങ് അടച്ചേര്. വല്ലോ പുലിയും ഓടി വന്ന് ചാടി വണ്ടിക്കകത്ത് കയറിയാലേ എന്നെ കൂടെ കൊണ്ടുപോവോന്നില്ലേ? ഞാനും കൂടി വന്നോട്ടെ. സ്ഥലം എന്തായാലും കൊള്ളാം. ഫുള്ള് കാടാണ്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു കാടിന് ഒരു പ്രത്യേകത ഉണ്ടോ? കുറച്ച് ഉള്ളിലേക്ക് നമ്മള് കൊരങ്ങുണ്ട്. ഗ്ലാസ് അടച്ചു. മാനുകൾ ഇഷ്ടം മാറിയാലേ നല്ല രസം കാണാൻ. അവര് നമ്മൾ വരുന്നുണ്ട്, അവർക്കൊരു പേടിയൊന്നുമില്ലല്ലോ. ഇതിലെ സ്ഥിരം വണ്ടികൾ പോകുന്നല്ലേ. മാനുകൾ കുറെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു നമുക്ക് മാനുകളെ കാണുന്ന ഒരു ഫീൽ ഇല്ല ഇപ്പൊ. ഇതെന്താ നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഈ ഏരിയയിലേക്ക് ഒന്നും വരാഞ്ഞല്ലേ? ആദ്യമായിട്ടല്ലേ ഇത് കൂടെ വരുന്നത് തന്നെ. അതിന്റെ ഒരു പുതുമയാണ്. അതെ. കേട്ടെ റോഡിന്റെ സൈഡിൽ നിൽക്കുക. പക്ഷെ നമ്മളെ കണ്ടിട്ടൊന്നും ഒരു വലിയൊരു പേടിയോ അങ്ങനെ ഒന്നും ഇല്ല. സ്ഥിരം വണ്ടി പോകുന്നതിന്റെ ഈ മരത്തിന്റെ ബേക്കിൽ നമുക്ക് കൊണ്ടുപോയിട്ട് വളർത്തിയാലോ? പിന്നെ നിന്നെ വളർത്തിക്കോടി അവരെല്ലാരും കൂടി. ഫോറസ്റ്റുകാര് നിന്നെ വളർത്തിക്കും. ഞാനേ ന്യൂട്രലിട്ട് മെല്ലെ പോണേ. വണ്ടി ഓഫ് അല്ല കേട്ടോ, അടുത്ത് കണ്ടില്ലേ? ഇവിടെയൊക്കെ നിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ന്യൂട്രലിന്ന് മാറ്റാണ്ട് രക്ഷയില്ല, വണ്ടി നീങ്ങൂല. ഇതിനെയും കൂടി ഒന്ന് കാണട്ടെ ഞാൻ. അടുത്ത് കുഞ്ഞാറ്റ കണ്ടോ? എന്നിട്ടേ എല്ലാരും ഫുഡൊക്കെ കഴിച്ച് അവിടെ കുറെ പേര് കിടക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ നിർത്തി കഴിഞ്ഞാലേ ഫോറസ്റ്റുകാർ എടുത്തിട്ട് കിട്ടും നമ്മളെ. അങ്ങനെ ഒരു കഥയും കൂടി ഉണ്ട് ഇതിനകത്ത്. ഇതില് ഫോറസ്റ്റുകാർ ആരാണ് എന്താണെന്നൊന്നും മനസ്സിലാവൂലില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അല്ല, അതൊക്കെ മലയാളി ചേട്ടന്മാർ ആണോ? ചേട്ടേ, ഞാനിങ്ങനെ പറയുമായിരുന്നു ഇവിടെ വിസിബിലിറ്റി കുറച്ച് കൂടുതലുണ്ട് ഈ ഒരു ഏരിയയില്. ഇതുണ്ടോ ഫോറസ്റ്റുകാർ നിന്ന് കാട് വെട്ടുന്നത്? ഞാൻ ഇവിടേക്ക് നിർത്തി കഴിഞ്ഞാണ്ടല്ലോ ഫോറസ്റ്റുകാർ പിടിച്ച് നമ്മളെ അടിക്കും. ചേട്ടാ, കാട് വെട്ടിച്ച് ഞങ്ങളുടെ ചില്ല് പൊട്ടിക്കല്ലേ. നമ്മളിങ്ങനെ കാട് വെട്ടുമ്പോഴേ സൈഡിൽ കൂടി വണ്ടിക്കാർ പോകുമ്പോഴേ അവരും ഇങ്ങനെ തന്നെയായിരിക്കും പറയുന്നത്. പിന്നെ ആ ബോർഡ് എന്തിനായിരിക്കും അവിടെ വെച്ചേക്കുന്നത്? അത് ചിലപ്പോ ഏതെങ്കിലും ഒരു സമയത്ത് കയറ്റി വിടില്ലായിരിക്കാം. അതെന്താ? അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതേതാ അങ്ങനെ ഒരു സമയം? അല്ല, ഒരു ഏതെങ്കിലും ഒരു സമയത്ത് കയറ്റി വിട്ടിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പത്തെ ബോർഡായിരിക്കും. അപ്പൊ നമ്മളാ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അല്ല, വേറൊരു കാര്യം, കൊറോണന്റെ സമയത്ത് ഇതേപോലെ പല സ്ഥലത്തും ടൂറിസ്റ്റുകാര് നോ എൻട്രി ആയിരുന്നു. അടി മേടിച്ചു കൂട്ടുന്നതോ അടി കണ്ടിട്ടില്ലല്ലോ. അമ്മാരി അടിയാന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വെറുതെ ഈ കുഞ്ഞു ശരീരത്തിൽ അത്രയും അടി കൊള്ളാനുള്ള ശക്തി ഉണ്ടെങ്കിൽ എടുത്തു കയറ്റിക്കും. ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ഞങ്ങള് ഫോറസ്റ്റുകാർ പറയുമ്പോ അയ്യോ ഞങ്ങൾക്ക് ഈ കൊച്ചിനെ അറിയില്ല എന്ന് പറയും. എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. ഇച്ചിരി അപ്പുറത്തേക്കാന്ന് പറഞ്ഞ് കയറിയതാ. കൊച്ചിന്റെ കയ്യിൽ എന്തോരം കവർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. എന്തോരം മാനുകളെ റോഡ് ഇത് നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം കേട്ടോ. എന്താ പറയാ, ഇതിലെങ്ങാനും തട്ടിക്കഴിഞ്ഞാൽ ജീവിതം അവിടെ പോയി നിന്ന് നോക്കണേ. ഹായ്,
അതൊക്കെ എല്ലാരും അവിടെ പോയി നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കോ. അതെന്താ പറയാ, അത് അതില് പകുതി എണ്ണത്തിന്റെ ഇത് പോയിട്ട് കൊമ്പ് പോയിട്ട് നമ്മള് ശരിക്കും ഇതൊക്കെ മുതുമല വലിയൊരു വണ്ടിയൊന്നും വരുന്ന കണ്ടില്ല അല്ലേ നമ്മള്. ഇല്ല, മുതുമല ടൈഗർ റിസർവ് തന്നെയാണ് നമ്മൾ പോകുന്നത്. ചേട്ടൻ ഇന്ന് ഇറക്കോ? ചേട്ടൻ ഇറങ്ങണം, നമ്മൾ കുഞ്ഞു വണ്ടി. ചേട്ടൻ വലിയ പൈസക്കാരന്റെ വണ്ടിയല്ലോ. അതെ, ഒന്ന് ഇറക്കേട്ടാ. നമുക്ക് ഇതില് ചേട്ടൻ ഇറക്കൂല, നമ്മളും ഇറക്കൂല. വാശിയാന്നല്ലേ ചേട്ടൻ ഇറക്കി? ഇല്ല, ചേട്ടൻ ഇറങ്ങിയിട്ടില്ല. ഈ വീതിയുള്ളൂ, പക്ഷെ ഒരു ഡിസ്കവറിയും പോയി, നമ്മളും പോയി. ഈ വീതിയുള്ളൂ, പക്ഷെ സ്പീഡിൽ പോകരുതെന്ന് മാത്രം. ഇതേതാ ഈ കാട്? ഇത് മുതുമല തന്നെയാ. മുതുമല തന്നെയാ. നമ്മൾ ഇന്നലെ മുതുമല ടൈഗർ റിസർവ് കയറിയില്ലേ? അത് തന്നെയാ. അതാ ഞാൻ പറഞ്ഞ ഗ്ലാസ് എപ്പോഴും തുറക്കണ്ടാന്ന്. വെല്ലും കടുവായും വന്നാലേ തിന്നാൽ കൊടുങ്ങും നമ്മള്. എന്താ ചേട്ടാ? ഓ ചേട്ടാ, ചേട്ടേ ഈ കാണുന്നതാണെന്ന് തോന്നുന്നില്ലേ മോയാർ ഗ്രാമം? നമ്മളങ്ങനെ മോയാർന്നും മായാർന്നും പറയും. രണ്ടും ശരിയാണ്, ഒന്ന് തന്നെയാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു പള്ളിയുണ്ട്, അമ്പലമുണ്ട് അല്ലേ, കുറച്ച് വീടുകളുണ്ട്, സെറ്റപ്പുകളെല്ലാം ഉണ്ട് കേട്ടോ. കുഞ്ഞൊരു ഗ്രാമം. ഇത് അവസാനിക്കുന്നത് എവിടെയാണെന്നറിയോ? ആ ഡാമിന്റെ അടുത്താണ്. ഈ ഗ്രാമമേ അവസാനിക്കുന്നത് അവിടെയാണ്. ഇവിടുന്ന് പക്ഷേ കർണാടകയാണ്. കുറച്ചങ്ങ് പോയാൽ കർണാടകയായി. പക്ഷെ അങ്ങനെ പോവാൻ പറ്റില്ലായിരിക്കും. വഴിയുണ്ടോന്ന് അറിയില്ല. ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ? ആനയെ കണ്ടില്ലേലും പിണ്ടെങ്കിലും കണ്ടല്ലോ. ഇവിടെ ആന ഇറങ്ങുന്നതെന്ന് മനസ്സിലായില്ലേ? അതെ, ആ ചേട്ടൻ കുറച്ച് സ്പീഡിലാണ് വരുന്നത്. നമുക്ക് ഇവിടെ മാക്സിമം വെച്ച് കൊടുക്കാം. ചേട്ടൻ നമുക്കിട്ട് വെച്ച് തരും. നമുക്കിട്ട് വെച്ച് തരും. അങ്ങനെ നമ്മൾ മോയാർ ഗ്രാമം കുറച്ചങ്ങോട്ട് കഴിഞ്ഞു. ഇവിടെയൊക്കെ ഗ്രാമത്തിന്റെ ഭാഗങ്ങൾ വീടുകളൊക്കെ ഉണ്ടല്ലേ? ഇഷ്ടംപോലെ വീടുണ്ട് കേട്ടോ. പക്ഷെ വലിയൊരു ഗ്രാമം എന്ന് പറയുന്നത് കാണുന്നതാണ് മോയാർ ഡാം. ഇവിടെ ഞാനേ വേറെ സംഭവം കാണിച്ചുതരാവേ, വീഡിയോ കട്ടാക്കണ്ട. ചോദിക്കോ, മോയാർ ഗ്രാമത്തിലേക്കുള്ള ബസ് കാണണോ? ഇത് കണ്ടോ? ഈ ബസ് മോയാർ ഗ്രാമത്തിലേക്കുള്ള ബസ്സാണ്. ഇവിടെ വരെ ഉള്ളൂ ഈ ബസ്സിലെ. ഇടയ്ക്കിടയ്ക്ക് ഏക കാണുന്ന ഒരു വണ്ടി ഇത് മാത്രമേ ഉള്ളൂ. അതിനാണ് നമ്മൾ ഇവിടെ ചവിട്ടിയത്. ആളിറങ്ങാനത് മരം കൊള്ളാലേ. ഇതല്ലേ നല്ല രസമുണ്ട്. ഇലയൊന്നും ഇല്ലെങ്കിലും നിക്കുന്ന കാണാൻ ഈ ഒരു ഏരിയ നിറച്ച് ഇങ്ങനെ ഉണ്ട്. ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ ഈ ഇത് കണ്ടോ, ഈ ലെഫ്റ്റിൽ കാണുന്ന ഡാം, അതാണ് മോയാർ ഡാം. നമ്മൾ ഈ ഡാം കാണാൻ വന്നതല്ല, നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ്, ആ കാടിന്റെ നടുക്ക് കൂടിയുള്ള ഒരു വഴി, അതൊരു നല്ല എക്സ്പീരിയൻസ്. വഴി കാണാൻ നല്ല ഭംഗിയുണ്ട്. അതെ അതെ, എല്ലാ ആരാധനാലയങ്ങളും ഉണ്ട് ഇവിടെ അല്ലേ? ഇത് അടുത്ത പള്ളിയാ, ചെറിയൊരു പള്ളി. അങ്ങനെയൊന്നും ഓപ്പൺ ഒന്നും ആയിരിക്കില്ല അല്പം. ആ ബസ് ഇവിടെ വരുള്ളൂ. ഇവിടെ നിന്ന് തിരിഞ്ഞ് ആ ഗ്രാമത്തിന്റെ ഉള്ളിൽ പോയി കറങ്ങി അങ്ങ് പോകും. അങ്ങനെ പോയി കറങ്ങും. ഇതിപ്പോ നമ്മൾ ഗുണ്ടിൽപേട്ട എത്തുവോ അറിയില്ല, കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് തിരിക്കാം. അതെ, പോയി നോക്കാം അല്ലേ. അപ്പൊ ഈ കാണുന്നതാണ് മോയാർ ഡാം കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടൊന്നും അലൗഡ് അല്ല. ഞാനിപ്പോൾ ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതേപോലെ ഈ കാണുന്നതൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതെന്താ കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് മെല്ലെ തിരിച്ചു പോവാം മോയാർ ഡാം. ഈ ഡാമിൽ നിന്ന് വേകുന്ന വെള്ളം നേരെ ഭവാനിയിലേക്കാട്ടോ പോയി ഒഴുകുന്നത്. നമ്മുടെ ഭവാനി റിവറിലേക്കാണ് പോയി ഒഴുകുന്നത്. അപ്പോൾ നമുക്കിനി പോവാം. ഞാൻ ആൻസീനെയൊക്കെ വണ്ടിയിലിരുത്തിയൊന്ന് ചോദിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങോട്ട് വിടൂല, നടന്നു പോവായിരിക്കോ? ഒന്ന് പോയി നോട്ടെ. അങ്ങോട്ട് പോവരുത്, അങ്ങോട്ട് ഒന്ന് കയറ്റി വിടൂല. പിന്നെ ഒന്ന് ഇതിലെ വണ്ടി മറ്റേ ക്രെയിൻ എപ്പോഴും വരും, ഈ KSEBന്റെ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട്. ഇതുണ്ടോ, TNEB, തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിന്റെയാ. അല്ല, ഡാം കാണാൻ വരണ്ട, പക്ഷെ നമുക്ക് ഇവിടെ വന്നാലേ മോയാർ ഗ്രാമം കാണാം. പിന്നെ ആ വഴി റൂട്ട് ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ്. അതില്ല, സീറ്റ് ബെൽറ്റ് ഇട്ടേക്കാം. എന്നിട്ട് ഫുഡ് കഴിക്കാം അല്ലേ? അതൊക്കെ പഴയ വീടുകളാ അല്ലേ? ഗ്രാമത്തിൽപ്പെട്ട വീടുകളായിരിക്കും അതൊക്കെ, ഉപയോഗിക്കുന്ന വീടുകളാ. അതെ അതെ അതെ. അങ്ങനത്തെ ടച്ച് ഉണ്ട്. കൊള്ളാം. ഇതാണ് മോയാർ ഗ്രാമം. അതാ ബസ്. അതാണ് ഈ ഗ്രാമം. അങ്ങനെയാണ്, ജസ്റ്റ് അതിലേക്ക് കറങ്ങി ഇതിലെ തന്നെ കയറി വരും. അത്രേ ഉള്ളൂ ഗ്രാമം. കുഞ്ഞൊരു ഗ്രാമം അടി. അതായത് ഫോറസ്റ്റിന്റെ നടുക്കാന്ന് ഓർക്കണം. അങ്ങോട്ട് ബസ്സും ഉണ്ട്. ഇവിടെ ഈ മരത്തിന്റെ ചോട്ടി നിർത്തി നമുക്ക് ഫുഡ് കഴിച്ചാലോ?
നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? അതെ. എന്തിനാ പുറത്തേക്ക് ഇറങ്ങുന്നില്ല? പുറത്തേക്ക് ഇറങ്ങാം, കൊച്ചവിടെ അവിടെ തന്നെ ഇരുന്ന് കഴിക്കാം. നമുക്ക് ചൂട് പോയിട്ടില്ല, ഉണ്ടല്ലേ? ചൂട് ചെറിയ ചൂട് മതി. ഒറ്റ പാത്രം പോരടി, എന്തിനെല്ലാം കൂടി എടുക്കുന്നല്ലേ? 2 പാത്രം എടുത്ത് വെറുതെ കഴുകണം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞു, പാത്രം കഴുക കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ എടുത്ത് വെച്ചു കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവാം. കുഞ്ഞാറ്റെ എന്താടാ പരിപാടി? ഇനി നമുക്ക് നേരെ ഊട്ടി പിടിക്കാലോ അല്ലേ? ഇനി ആണ് നമ്മുടെ മസനഗുഡി വഴി ഊട്ടിക്ക് പോകുന്നത്. 2 ദിവസമായിട്ട് അത് തന്നെയാണ് പറയണത്. എല്ലാരും ചിന്തിക്കും 2 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതുവരെ ഊട്ടി എത്തിയില്ല. ഞാൻ പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഭയങ്കര സ്പീഡിൽ നമ്മൾ അടിച്ചു വിട്ട് നമ്മൾ പ്രാണവേദന എടുത്ത് ഓടിയെന്നൊക്കെ പറഞ്ഞു. വെറുതെ അല്ല, അങ്ങനെ പോയിരുന്നു. ഇപ്പൊ ഈ ഗ്രാമം കാണാൻ പറ്റില്ല. ഞാൻ പറയുമ്പോ നമുക്ക് അതിലിങ്ങനെ കറങ്ങി കയറി വന്നാലോ, ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടി. അത് വേണ്ട, പൊളിക്കും. സൂപ്പർ വ്യൂ ആയിരിക്കും. അങ്ങനെ ചേട്ടന്റെ ആഗ്രഹം മാനിച്ച് ഞങ്ങൾ മോയാർ ഗ്രാമത്തിനുള്ളിലേക്ക് പോവാണ് കേട്ടോ. ആ ബസ് വന്ന സെയിം റൂട്ട് എന്നിട്ട് തിരിച്ച് അപ്പുറത്ത് കൂടെ തന്നെ വരും. കണ്ടോ, അങ്ങോട്ട് എന്തോരം വീടാന്ന് നോക്കിയേ. നിറച്ച് വീടുണ്ടല്ലേ? ഇഷ്ടം പോലെ. വലിയ ഗ്രാമം തന്നെ, അത്യാവശ്യം നല്ല ഗ്രാമമാണ്. അത് ഫോറസ്റ്റിന്റെ നടുക്കാന്നും കൂടി ചിന്തിക്കണം. ഈ ഗ്രാമം കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് കർണാടകയാ. പക്ഷെ ഇവിടെ നല്ല തെങ്ങും എല്ലാം ഉണ്ടല്ലോ. കൊള്ളാം. നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്ന ഗ്രാമത്തിന്റെ സെന്ററിൽ കൂടിയാ. അപ്പുറത്തും ഇപ്പുറത്തും തമിഴ്നാടൻ ടച്ച് ഇവിടെ എത്തിയപ്പോ കറക്റ്റ് കണ്ടല്ലേ? അത് പിന്നെ തമിഴ്നാടല്ലേ? അങ്ങനെയല്ല, ഈ ഫോറസ്റ്റിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഉണ്ടാവണം നമ്മൾ പ്രതീക്ഷിച്ചോ? ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കോലമൊക്കെ ഇട്ട് അതിനുള്ളിൽ കൂടെ കയറ്റി. ഹാപ്പി ന്യൂ ഇയർ. എടിയാ ഇപ്പിട്ടതല്ല, അത് പെയിന്റ് വെച്ച് വരച്ചേക്കുന്ന ഹാപ്പി ന്യൂ ഇയർ. കോലല്ല അല്ലേ? ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി വീടുകളും കണ്ടു അല്ലേ? ഇത് പൊളിച്ചു കേട്ടോ. നല്ല ഭംഗിയുള്ള ഗ്രാമം. ഇപ്പൊ ഗ്രാമത്തിന്റെ ഭംഗി നോക്കി ഇപ്പൊ എടുത്തടിച്ചാനെ. അതുകൊണ്ട് വലിയൊരു ആൽമരം നിൽക്കുന്നുണ്ടോ? ഇവിടുത്തെ മാവിനൊക്കെ വലിയ ഇങ്ങനെ ഒരു ബുഷി ആയിട്ട് നിൽക്കുക. ബുഷിയാ? നമ്മളിപ്പോ നിന്നില്ലേ, അത് നല്ല ബുഷായ മാങ്ങയായിരുന്നു. ടീനിയൻ 02. ഇത് നോക്കിയേ, ഇതിലൊക്കെ ആ ബസ് വരുന്ന റൂട്ടാണിത്. ഇത് കണ്ടോ, ആൽമരം കണ്ടോടി? മരം. ചോട്ടില് കുറച്ചേരം ഇറങ്ങി നിന്നാലോ? അല്ല, അത് കുഴപ്പമില്ല. അതല്ല, മമ്മൂട്ടി പറഞ്ഞേക്കുന്ന അവന്റെ ചോട്ടിൽ നിന്ന് നല്ല ഓക്സിജൻ ഉണ്ടല്ലോ. മറ്റേ സിനിമയിലുണ്ടല്ലോ, CBI-ല്. ഇനി അങ്ങോട്ടും വീടുകൾ തന്നെയാട്ടോ. ഇഷ്ടം പോലെ വീടുണ്ട് കേട്ടോ. വലിയൊരു ഗ്രാമമാണ് കേട്ടോ. ഇവിടെ കൃഷിയുണ്ട്. നോക്കിയേ, നമ്മളങ്ങനെ തിരിച്ച് അവിടെ തന്നെ എത്തി. ഇവിടുന്ന് അങ്ങോട്ട് പോയാലാണ് ആ ഫോറസ്റ്റ് ഓഫീസർക്ക് ഇരിക്കുന്നത്. മറ്റേ ഇതൊക്കെ കണ്ടില്ലേ? അവിടുന്ന് അവന്മാരെ കയറ്റി വിട്ടിട്ടില്ല അല്ലേ? ഇല്ല. പക്ഷെ ആ വണ്ടിയിൽ എന്താ ഒരു ഓപ്പൺ ചെയ്ത വണ്ടിയുടെ പുറത്ത് തുറന്നിട്ടുണ്ടല്ലോ. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അതുകൊണ്ട് അതൊക്കെ അതിന്റെ ഈ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും മാവാ. വലിയ മാവൂലേ? എമണ്ടക്ക മാവ്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടി അങ്ങ് പോവാം. നമ്മൾ ഇത്ര നേരം കാണാത്ത ഏതെങ്കിലും മൃഗങ്ങളെ കാണുകയാണെങ്കിൽ, ആന, കടുവ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ കാണിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ മസനഗുഡി എത്തിയിട്ടേ ഇനി കാണുള്ളൂ. നമ്മൾ കാണാത്തൊരു സാധനം, ഫ്രണ്ടിൽ കൂടി പോണ്. റോഡങ്ങ് ക്രോസ് ചെയ്തങ്ങ് പോയി. എല്ലാവരും ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ചേട്ടന്മാര് പാവങ്ങള് ഇത്രയും നേരം തപ്പിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും കാണാൻ പറ്റുമോ? പന്നീനിയാ കണ്ടേന്ന് അല്ലേ? ഇനിയെങ്കിലും കാണാൻ കിട്ടിയല്ലോ എന്നായിരിക്കും അവര് മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവുക. നമ്മൾ നേരത്തെ കാണാത്തൊരു സാധനത്തിൽ നമ്മൾ അത്രേ ഉള്ളൂ. എന്താ അറിയോ, നമുക്ക് ഇച്ചിരി സൗകര്യമായിട്ട് പോകാലോ. അങ്ങനെ നമ്മള് മസനഗുഡിയിൽ തിരിച്ചെത്തിട്ടോ. ഇനി നമ്മൾ ഊട്ടിക്ക് പോവുകയാണ്. ഇനിയാണ് ശരിക്കും നമ്മൾ മസനഗുഡി വഴി ഊട്ടിക്ക് പോണേ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വഴി കൂടിയാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് കേട്ടോ. എല്ലാരും നമ്മളെ കൈ കാണിക്കും, നമ്മൾ നിർത്തൂല. പക്ഷെ ഇവിടെ ഒന്ന് ഈ നല്ല റോട്ടിൽ കൂടി പോകാനൊന്നും അങ്ങനെ ജീപ്പ് എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇപ്പൊ ആ കാറുകൾ കയറി വരുന്ന ഇവിടുന്ന് ഈ കാടിന്റെ ഉള്ളിൽ നിന്നാ. ഒക്കെ നമുക്ക് പോവാടി, ആ സ്ഥലത്ത് കൂടെ ഒക്കെ പോവാൻ പറ്റും. എന്താ കുഞ്ഞാറ്റേ? എന്താ? ഒന്നുമില്ലേ, എന്തോ വേണമെന്ന് പറഞ്ഞോണ്ടിരുന്ന. വെള്ളം കാണാൻ നല്ല ഭംഗി. വെള്ളം കാണാൻ നല്ല ഭംഗിയല്ലേ? വെള്ളവും ആ സ്ഥലവും കൂടി ആയിട്ടേ. ഇത് കണ്ടോ, ഇതൊക്കെ അതേപോലെ ഓരോ സ്ഥലത്തേക്ക് പോകുന്ന അനുസരിച്ച്. ഇത് ബാംബൂ ബാങ്ക്സ് ആണ്, ഇല്ലിക്കാടുകളാണ് ഇത് കൂടി പോയാ. കാണോ? വേണ്ടല്ലോ. നമ്മൾ ഈ ഫോറസ്റ്റും
പിന്നെ ഈ മാനിനെയും കുറെ മയിലിനെയും കാണിച്ചിട്ട് എന്ത് കാര്യല്ലേ? നമ്മളതിനെ കണ്ടോണ്ട് തന്നെ കണ്ട് പിന്നെയും കണ്ടോണ്ടേ ഇരിക്കുക. ഇവിടെ ഇപ്പൊ സ്വന്തം വണ്ടിയിൽ വരികയാണെങ്കിൽ അത്യാവശ്യമൊക്കെ സ്ഥലത്ത് കൂടിയൊക്കെ കയറി പോവാട്ടോ. മസനഗുഡിയില് ഇവിടെ ജീപ്പ് സഫാരിയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ആ വണ്ടി ആ കാടിന്റെ ഉള്ളിലേക്ക് കയറിയല്ലോ. അതങ്ങനെ കേറും. അമ്മമാരുടെ റൂട്ട് ഉണ്ടായില്ലേ, കാടിന്റെ ഉള്ളിലേക്ക് കയറിയതല്ല കുഞ്ഞേ. അതെ, അവരെ നാക്കിന്റെ ഉള്ളിൽ കയറിപ്പോയി. ഇത്രയും നേരം വന്ന വഴിന്നേ ഒരു ചേഞ്ച് ആയില്ലേ? ചേഞ്ച് ആയി, നല്ല ചേഞ്ച് ആയി. ഇവിടെ സൈഡ് കൊടുക്കാൻ പറ്റില്ല, കാരണം എഡ്ജ് മൊത്തം കുഴിയായി കിടക്കുക. അതിലേക്ക് എങ്ങനെ ഇറങ്ങിയാൽ ചിലപ്പോ ടയറിന് പണി കിട്ടും. സൈഡ് പോലും ആക്കാണ് തന്നെ വന്നേക്കുന്നേ. ഒരു സുഖമില്ലാത്ത വഴിയില്ലേ? ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ കുഴികൾ നോക്കിയാൽ റോഡിന്റെ സൈഡ് കൊടുത്ത വണ്ടി ആ കുഴി കിടക്കും. പോയി നോക്കാം. അതെ, വഴി കംപ്ലൈന്റ് ആണെന്നുള്ള പരാതി മാറി കിട്ടിയില്ലേ? കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വഴിയല്ലേ? ഇപ്പോഴും നമ്മൾ ആ കാടിന്റെ അകത്ത് കൂടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാടിന്റെ അങ്ങ് അറ്റം വരെ കാണാന്നുള്ളതാണ് ഈ ഒരു കാടിന്റെ പ്രത്യേകത തോന്നുന്നല്ലേ. കൊറേ അങ്ങോട്ട് കാണാം. പിന്നെ അവിടെ മലയൊക്കെ കണ്ട. ഇനി നമുക്ക് ചെറിയൊരു ഇത് കേറി വേണം ഇവിടെ എത്താൻ. ചുരം അല്ലേ? ഇനിയാണോ ചുരം സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇനിയാണെന്നാണ് എന്റെ ബലമായ സംശയം. നമ്മൾ ഈ റൂട്ട് ആദ്യമായിട്ടാണ്, അതുകൊണ്ട് അറിയത്തില്ല. നോക്കാം. ഗൂഗിൾ മാപ്പ് പറയുന്നത് അങ്ങനെയാണ്. അതെ, നോക്കാം. നമ്മുടെ വഴികാട്ടി അതാണല്ലോ. നല്ലൊരു വ്യൂ അല്ലേ? കാടിന്റെ നടുക്കെത്തിയ പോലെ. മുതുമല തന്നെ, മുതുമല ടൈഗർ റിസർവ് തന്നെ. അങ്ങോട്ട് പോയേ വലിയ വലിയ മരങ്ങളൊക്കെ കൂടുതൽ കാട് പിടിച്ച് കിടക്കുക. എന്നിട്ട് ഈ മൃഗങ്ങളൊക്കെ എവിടെയായിരിക്കും? ഒന്നിനെ പോലും കാണുന്നില്ല. വണ്ടിയിലൊക്കെ മുകളിലൊക്കെ നിന്നിട്ടൊക്കെ നോക്കുന്നുണ്ട്. പല ആൾക്കാരുടെയും വീഡിയോയിൽ കാണുന്ന ഒരു ഏരിയ ആണ് ഇത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്താ മേളിലൊരു പാലോ? അത് ഈ കൊരങ്ങന്മാരുണ്ടോ? വല്ലാണ്ട് കൊരങ്ങന്മാരുണ്ടല്ലേ, ക്ലാസ് നോക്കണ്ട. കൊരങ്ങന്മാർക്ക് പോകാനാന്ന് തോന്നുന്നു. മേളിൽ നോക്കിയേ, പാലം കൊരങ്ങന്മാർക്ക് പോകാനായിരിക്കും. അല്ലേ? ഇതിന്റെ ഉള്ളിലും ഹോട്ടലോ? ഫുഡ് കഴിക്കണ്ടേ? പിന്നെ നോൺ വെജും വെജും. ഇവിടെ ഉള്ളില് എവിടെ വെൽക്കംസ് യു എന്നൊക്കെ കാണിച്ചു. ഇപ്പൊ ഉള്ളില് ആവുന്നേ ഉള്ളോ? സംഭവം പൊളി റൂട്ടാട്ടോ. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളങ്ങനെ ഏറ്റവും കൂടുതൽ കുറെ വ്ളോഗിൽ കണ്ടിട്ടുള്ളതുകൊണ്ട് പ്രത്യേക സുഖം. ചേട്ടേ, മഴ കയറാൻ തുടങ്ങിയോ? മഴയാണോ? മഴ പോലെ ഉണ്ട്, ചാറ്റല. ചിലപ്പോ കോടയായിരിക്കും. അങ്ങോട്ട് കണ്ടില്ല, ഇത് നോക്കിയേ. ചുരം മെല്ലെ കയറാൻ തുടങ്ങി നമ്മളല്ലേ. ഊട്ടിയിലേക്കുള്ള കയറ്റാണ്. അടിപൊളി. മലയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. വീഡിയോയിൽ വല്ലതും കാണുന്നുണ്ടോ? അതെനിക്കറിയില്ല, അതാണ് വേറെ കാര്യം. ഇനി നമുക്ക് അതെല്ലാം ക്ലിയർ ആയി വരണം. നമ്മൾ നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തണം. വീഡിയോ ക്ലിയർ ആയി എടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എടുക്കുന്നേ. ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് വളവല്ലേ? 36 36. 35 ഇത്ര അടുത്താണോ? അതെന്നാ പണിയാ? ഇതാണ് ആ സ്ഥലം കേട്ടോ. കുത്തനെ കയറ്റാന്നാ പറയുന്നേ. കുത്തനെ തന്നെ കേട്ടോ. അവിടെ നോക്കി. ഓ മൈ ഗോഷ്. ചില്ലറ കുത്തനെയല്ലല്ലോ. ഇത് അത്യാവശ്യം നല്ല കുത്തനെയാ. കുത്തനെയാണെന്ന് പറഞ്ഞു കേട്ടതേ ഉള്ളൂ. ഇപ്പൊ അത് അനുഭവിച്ചു. കൊള്ളാം. വണ്ടി ഇവിടെ നിർത്താൻ പറ്റില്ലായിരിക്കും. നമുക്ക് വ്യൂ വല്ലതും കാണാം. നല്ല വ്യൂ ആ. പക്ഷെ നോക്കിയേ, ഇത് അടുത്തോളം 34. പക്ഷെ വ്യൂ കാണാൻ നിർത്തി കഴിഞ്ഞാൽ പടി കിട്ടിയാലോ? അതുണ്ടാവും. ഈ സമയം എത്രയാണ് നിങ്ങൾക്ക്? ഇതൊരു ടൈമാണ്. ആർക്കാണ് ഈ സമയം ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കിയാലോ? ഞങ്ങൾക്ക് അറിയാം കേട്ടോ ടൈം. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സമയം ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അതെ. ഇതൊക്കെ എന്താ ഇടേ? അതാ ഞാനും ഇങ്ങനെ ആലോചിക്കുന്നത്. ചെറിയ വളവൊന്നുമല്ലല്ലോ. വഴി കിടക്കുന്നുണ്ടോ? ഇങ്ങനെയാണ് അവറാങ്കേറി തന്നെ മാറ്റേണ്ട ഒരു അവസരം വന്നിട്ടില്ല ഇതുവരെ. യു പി വണ്ടി അല്ല ഇപ്പൊ എല്ലാം അവിടുന്ന് ഇവിടുന്നൊക്കെ അല്ലേ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ. അതെടുത്ത് കഴിഞ്ഞിട്ട് മാറ്റാത്തതാണ്. അങ്ങനെ മാറ്റാണ്ട് ഓടിക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെ എത്ര സമയമുണ്ട്, ആ ടൈമിനുള്ളിൽ മാറ്റണം, അല്ലേ പണി കിട്ടും. ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കുമ്പോ യു പി മാറ്റണ്ടേ അല്ലേ? പിന്നെ ഇല്ലെങ്കിൽ അത് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫൈനാ. പിന്നെ ഇവിടെ നമ്മുടെ സ്ഥലത്തിന് കിട്ടേണ്ട ടാക്സ് അല്ലേ വെറുതെ വെട്ടിച്ച് ഓടിക്കൊണ്ടിരിക്കണേ. ഇവിടെ രജിസ്റ്റർ ചെയ്യുമ്പോ ടാക്സ് അടയ്ക്കണം.
ആ ഇത് ഇങ്ങോട്ടൊരു വണ്ടി വരുന്നു. ഇപ്പൊ നമ്മള് സെക്കൻഡിലൊക്കെ കയറി പോണേ. ബൈക്കൊന്നും കുഴപ്പമില്ലാന്ന് തോന്നണേ. ഇല്ല അത് ഇത് ശരിക്കും ഈ ഇറക്കത്തിന്റെ ആണ് ഈ പറയുന്നത്. അങ്ങനെ ഇതിലെ വിടൂലെന്നല്ലേ. കാരണം ഡേഞ്ചർ ആണ് സംഭവം. കാരണം അങ്ങനത്തെ ഇറക്ക വണ്ടിന്റെ ബ്രേക്ക് എങ്ങാനും ഫെയിലിയർ ആയാലേ പണി കിട്ടും. വഴി എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. ഇവിടെ നിർത്താൻ പറ്റുമോ? വെള്ളം ഉണ്ടോ തൊട്ടില്? നോ പാർക്കിംഗ് അതിന്റെ മേളിൽ തന്നെ എഴുതി വെച്ചേക്കുക. വെള്ളമില്ലല്ലേ? വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ. വെള്ളമില്ലാത്ത വെള്ളച്ചാട്ടം. ചേട്ടേ നേരത്തെ മഴ ചെറുതായിട്ട് താഴേക്ക് ചാറിയത് ഇവിടെ നന്നായി പെയ്തിട്ടുണ്ട്. പെയ്തിട്ടുണ്ട്. കാണാൻ നല്ല രസം. നമ്മൾ പക്ഷെ സെക്കൻഡിൽ അടി കയറുന്നേ. ആണോ? സെക്കൻഡിൽ കയറി പോകുന്നുണ്ട് കേട്ടോ ഒരുമാതിരി. പക്ഷെ താഴത്തെ ഇത് ഞാൻ ഫസ്റ്റിലേക്ക് ഇട്ടതാ. അങ്ങോട്ടേ സംഭവങ്ങൾ കാണാൻ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു രക്ഷയില്ലാത്ത വഴി കേട്ടോ. വല്ലാത്തൊരു കേറ്റം അടുപ്പിച്ചാണ് വളവുകൾ വരുന്നത്. ഓരോ വളവ്, അതാണ് അത്രയും വളവുകൾ ഉള്ളത് തന്നെ. അതുകൊണ്ടാണ് ഇത് ഡേഞ്ചർ വഴിയാന്ന് പറയാനുള്ള കാരണബോധ്യം. ചേട്ടേ ഒരു സൈഡിൽ മാത്രം ഹമ്പ്. അത് ഇറക്കി പോകുന്ന വണ്ടികൾ മെല്ലെ പോവാൻ വേണ്ടി. കാരണം അവിടെ താഴെ വളവല്ലേ, അതുകൊണ്ടാ. മേളിലേക്കില്ലേ? കൊറേ വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ. തമിഴ്നാട് വണ്ടികളൊക്കെ വിടും, അല്ലാത്ത KL വണ്ടികളൊക്കെ ആയിരിക്കും വിടില്ലാത്ത. ലോക്കൽ വണ്ടികളെ വിടും, അതാണ് സംഭവം. ഈ നാട്ടിലുള്ളവരെ വണ്ടികളൊക്കെ വിടുമായിരിക്കും. അല്ലാത്ത വണ്ടികളൊക്കെ വിട്ടിട്ട് വല്ല പ്രശ്നമായി കഴിഞ്ഞാ കുടുങ്ങിയില്ലേ. ഊട്ടി എത്തിയിട്ടെ നമ്മള്. ഊട്ടി ഏതാണ്ട് എത്തി. നമ്മള് 19ാമത്തെ വളവും കഴിഞ്ഞു. അല്ലെന്താന്നറിയോ, ഒരു ഊട്ടീന്റെ ഒരു മണം വന്നു. അങ്ങനെയല്ല, തട്ടുള്ള കൃഷിയിടങ്ങളൊക്കെ കണ്ടു തുടങ്ങി. എന്താ ഇവിടെ ചെക്ക് പോസ്റ്റ് ആണല്ലോ. സേ നോ ടു പ്ലാസ്റ്റിക്. ഓക്കെ. അപ്പുറത്തൊക്കെ കുഞ്ഞു കുഞ്ഞു കൈകൾ ഈ വണ്ടി കാണുന്നുണ്ടല്ലോ. ഇത് ഫോറസ്റ്റുകാരാ. ചെക്കിങ് ഉണ്ടോ ഇവിടെ? ചെക്കിങ് ഇല്ല. ഇവിടുന്നായിരിക്കും മിക്കവാറും താഴേക്ക് ഇറക്കി വിടുന്നതും കയറ്റി വിടുന്നതൊക്കെ. കർണാടകക്കാരനെ കർണാടക വണ്ടിയാണ് കയറ്റി വിടൂല. അതാണ് ഫുള്ള് ചെക്ക് ചെയ്യും. അയാള് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിരുന്നില്ല. അയാളെന്താ പറയാന്നറിയാം, എനിക്ക് പോയേ പറ്റുള്ളൂ, നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, എനിക്ക് ഈ വഴി പോയേ പറ്റൂ. ഒരുമാതിരി വളവല്ലേ? വളവല്ലെന്നേ, ഈ കയറ്റമാണ്. ഇതൊക്കെ ആരെങ്കിലും മുമ്പിൽ ഒന്ന് നിർത്തി പിന്നെ ഒന്ന് എടുക്കണമെന്ന് വന്നാലാണ് വിഷയം. കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ, ഒരു സൈഡ് മാത്രം. ഞാൻ കൊറേ നേരിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടേ, ചോദിക്കണ്ടേ, ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന അല്ലാത്തോണ്ട് പിന്നെ മറന്നും പോയി. ഞാൻ എന്തെങ്കിലും താഴെ ഒരു വണ്ടി നിന്നല്ലോ. നിന്നോ? കേറാൻ പറ്റുന്നില്ല. വരുന്നുണ്ട്. ഈ വണ്ടിക്ക് വഴി തെറ്റി പോയതാണോ? അമ്പി ആടാതിരിക്കാൻ വേണ്ടി വരുന്ന ഐഡിയപരമായിട്ടുള്ള നീക്കം. ബ്രേക്ക് അങ്ങ് പോവാണെങ്കിൽ ചങ്ങ എന്ത് ചെയ്യും? ഇവിടെ നോക്ക്, ഫുള്ള് കൃഷിയാ. നമ്മൾ ഊട്ടി എത്തിയില്ലേ? കൊച്ചി. പക്ഷെ സ്ഥലം കാണാൻ നല്ല രസം. ഞാൻ അതുകൊണ്ട് ഇച്ചിരി മെല്ലെ അങ്ങ് പോണേ. വണ്ടിക്കാരൻ ലൈറ്റ് ഇട്ട് കാണിക്കുന്നത്. ഒന്ന് കേറി പോവോന്നായിരിക്കും. പൊക്കോ ചേട്ടാ, നമ്മള് ചേട്ടന്മാർക്ക് വഴി ഒരുക്കി തന്നിരിക്കുന്നു അല്ലേ? മഴ ചാറുന്നുണ്ടല്ലേ? അല്ലേലും അങ്ങനെയാണല്ലോ അല്ലേ? നമ്മൾ അന്ന് ഊട്ടി വന്നപ്പോഴും ഇതേ അവസ്ഥ, പേരും മഴ. അന്ന് ഇതൊന്നും അല്ലായിരുന്നു മഴ. മറ്റേ ഏതോ ഒരുത്തൻ പറയുന്നുണ്ടേ, അത് ആരായിരുന്നു ഞാൻ മറന്നുപോയേ. ഇപ്പൊ നമ്മള് മഴ ആസ്വദിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തില്ല, അവിടെ വെയിലായിരിക്കുന്നു. വെയിൽ ആസ്വദിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ അവിടെ പെരും മഴയായിരിക്കുന്നത്. ആ അവസ്ഥ നമ്മള് ചെല്ലുന്നോടത്തൊക്കെ പാതാളം എന്ന് പറഞ്ഞ അവസ്ഥ. ഇവിടെ ഫുള്ള് പച്ചക്കറിയായിട്ട് അടിപൊളി. ചേട്ടേ, ഇനി 6 വളവും കൂടിയാണ് ഉള്ളൂ. പക്ഷെ നോക്ക്, മുന്നിലേക്ക് ഒന്നും കാണാനില്ല, ഫുള്ള് കോട. അടിപൊളി. ഫോൺ ഇടിച്ച് പൊട്ടിക്കോ? ഫോൺ ഇടിച്ച് പൊട്ടിക്കില്ല. ഈ റൈറ്റ് സൈഡിൽ നോക്ക്, എന്തെങ്കിലും ഉണ്ടോ? ഒന്നും കാണുന്നില്ല. പക്ഷെ അവിടെയൊക്കെ ശൂന്യം. പക്ഷെ അവിടെയൊക്കെ നല്ല കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഭംഗിയല്ലേ? അടിപൊളി. നല്ല കോട. അതാണ് ഈ ഊട്ടീന്റെ മറ്റൊരു പ്രത്യേകത. മഞ്ഞ കിട്ട വണ്ടി ഓടിക്കുന്നത് ഇനി വരുന്നുണ്ടെന്ന് പറയണ്ടേ. അപ്പൊ ആ മഞ്ഞ് ഐസ് പെയ്തു എന്നൊക്കെ പറഞ്ഞ സമയത്തേ ഇവിടെ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ വരാൻ എന്തായാലും നന്നായില്ലേ? പക്ഷെ അന്ന് എനിക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ അതിന് തൊട്ട് മുന്നേ ഊട്ടി വന്ന് പോയതല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് വരാത്തതാ.
മുകളിലേക്കുള്ള വഴിയൊന്നും കാണാനില്ലയോ? എനിക്കൊരു മിന്നായം പോലെ കാണുന്നുണ്ടല്ലേ? അതിലാ നമ്മളീ പോണേ. നല്ല മഞ്ഞില്ലേ, ഫുള്ള് കോട അങ്ങോട്ടായിട്ടോ, ഫുള്ള് മൂടി. ഇനി ഇറക്കാണോ? ഇനി ഇറക്കം ചെല്ലുന്നത് മറ്റേ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നിക്കാൻ നോക്കിയ സ്ഥലം. ആർടി ഓഫീസ് അല്ല, അവിടുന്ന് ഇങ്ങോട്ട് പാസ് ചെയ്ത് വിടില്ലാത്ത സ്ഥലം. ആ സ്ഥലം തോന്നുന്നു. അതെ നോക്കാം, എന്തായാലും കൊള്ളാം. അടിപൊളി സ്ഥലം. പുതുമലയിൽ ഇന്നലെ രാത്രി പെരും തണുപ്പായിട്ടേ ഇങ്ങനെ ഒരു ഫീൽ അവിടെ കിട്ടിയിട്ടില്ല കേട്ടോ. ഇവിടുത്തെ ഊട്ടിയിലെ തണുപ്പെന്ന് പറഞ്ഞാൽ അത് വേറൊരു ഫീൽ തന്നെ. ഓ അങ്ങോട്ടൊക്കെ പലത്തെ സൈഡിലേക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ? എന്താണ് ഇതെന്താണിത്? അവിടെ ഒരു വണ്ടി വരുന്നുണ്ട്, ഒരു മിന്നായം പോലെ ഒരു പൊട്ട് കാണുന്നുണ്ടോ? ഒരു മിന്നാമിനിങ്ങി പോലെ എന്തോ കാണുന്നുണ്ട്. സ്കൂട്ടി. അതിന്റെ പുറകെയുള്ള ഒരു ലോറി നീ കണ്ടോ? കാരണം ചേട്ടൻ ലൈറ്റ് ഇട്ടിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ സ്ഥലം തന്നെ എത്തിയില്ലേ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ഊട്ടി യാത്രയിൽ വന്ന് നിൽക്കാൻ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തി. നമുക്ക് ഇന്ന് ഇവിടെ നിന്നാലോ? ഇന്ന് നമുക്ക് ഇവിടെ നിൽക്കാട്ടോ. ഇവിടുത്തെ ഒരു ചേച്ചി നമുക്ക് പാക്കറ്റ് പൊറോട്ട ഒന്ന് പറ്റിക്കുകയും ചെയ്തു. ഇവിടുത്തെ തമിഴ്നാട്ടിലെ നല്ല പൊറോട്ട തിന്നാലോ. ഇവിടെ നിന്നാണ് അങ്ങോട്ട് കയറ്റി വിടില്ലാത്തത്. ഓഫീസർമാരൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ? ഇവിടെ അങ്ങോട്ട് പോരുത് എന്ന് പറയാ. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാലോ, കുഴപ്പമില്ലല്ലോ. അങ്ങോട്ട് ഇറങ്ങാണ്ട് ഇനിയോ? അല്ല അങ്ങോട്ട് ഇറങ്ങാലോ സാറേ, കുഴപ്പമില്ലല്ലോ അല്ലേന്ന് ചോദിച്ചാ. അങ്ങോട്ട് പോയാലോ? അങ്ങോട്ട് പോവാം. കൊടും മഴയത്ത് സാധനങ്ങൾ വാങ്ങാൻ പോയി വന്ന മനുഷ്യൻ. എങ്ങനെയുണ്ട് മഴ? അല്ല മഴേന്റെ അല്ല, ഇതിൽ വലിയൊരു ടിസ്റ്റ് എന്താ അറിയോ? ഞാൻ അവിടെ ചെന്ന് സാധനമൊക്കെ മേടിച്ച് പുള്ളി തന്നു എന്തിനാന്നത് പ്ലാസ്റ്റിക്. ഇത് ഇവിടെ നിരോധിച്ചേക്കുന്നത്, എന്നിട്ട് ഇതിൽ കടയിൽ നിന്ന് സാധനം തരുന്ന ഇതില്ല. പിന്നെ എങ്ങനെയാ ഈ നാട് നന്നാവും അല്ലേ? വല്ല തിന്നണ്ടേ? മാഗി കിട്ടിയുള്ളൂ. വാ അപ്പൊ അങ്ങനെ മുട്ടയും പൊരിച്ച് ബുൾസൈ ഉണ്ടാക്കാം അല്ലേ? ബുൾസൈ ഉണ്ടാക്കി ഈ കാറ്റടിക്കാതിരിക്കാനുള്ളത് വെച്ചില്ലല്ലോ. ബുൾസൈ ഉണ്ടാക്കി കൊച്ചിന് മാഗി വേണം തോന്നി, അങ്ങനെ മാഗി മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലഞ്ച് ഇന്ന് ഇതാണോ? ആഹാ കൊള്ളാലോ. എന്താ ഞാൻ വിശക്കുന്നുണ്ടോ? അത് ശരി. അങ്ങനെ ഞങ്ങളുടെ മുട്ട പൊരിക്കാൻ പോകട്ടെ. കുഞ്ഞാറ്റി ഞങ്ങൾ ചെറിയ മുട്ട പൊരിച്ചു. തീയുണ്ടോ? തീണ്ട് എവിടെ തീയുണ്ട്? കുറച്ച് വെച്ചതാ. ശരിയാ. എണ്ണ ഒഴിക്കണോ? വേണ്ട. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണ ഒഴിക്കണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നിരത്തി വെക്ക്. എങ്ങനെയാണെന്നറിയോ? തട്ടുകട കാണിക്കുന്ന പോലെ. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം കണ്ടോ? ഇങ്ങനെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല മഞ്ഞും നല്ല തണുപ്പും. അടിപൊളി. ഇത്ര നേരം നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ചാറുന്നുണ്ട്. ചെറുതായിട്ട് ചാറുന്നുണ്ട്. മുട്ട പൊരിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ബുൾസയും കൂടി മാഗി കൂടി ഉണ്ടാക്കി കഴിക്കാം. അടപ്പ് എന്ത് ചെയ്ത് അടച്ചു വെക്കണം. അവിടെ അതിനകത്ത് ഉണ്ടാവേ. അടച്ചു വെച്ചാലേ അതിനൊരു ടേസ്റ്റ് വരുള്ളൂ. ഇതല്ലല്ലോ അടപ്പ്. ഈ അടപ്പൊന്നും ഇത് കണ്ടോ? ഇതൊക്കെയാണ് ഈ പ്രശ്നം. എനിക്ക് മുട്ട പൊരിച്ചു തരാന്ന് പറഞ്ഞിട്ട് ചിക്കിയാൽ മതി എന്ന് പറഞ്ഞ് കിടന്ന് ഇളക്കുക. എന്താ എണ്ണ ഇല്ലാത്തോണ്ടേ. എണ്ണ ഇല്ലാഞ്ഞിട്ടല്ലോ. ഒഴിക്കാതെ 1 ലിറ്റർ വെളിച്ചെണ്ണ 1 ലിറ്റർ ഓയിലുമായിട്ട് പോകുന്നവരാ. ബുൾസൈ കഴിച്ചോ. ഇതൊക്കെ എങ്ങനെ ഒഴിക്കും കൂടെ പറഞ്ഞു തരണം. ഇനിയിപ്പോ ഒഴിക്കണ്ട. ഇനി എന്തിനു ഒഴിക്കണ്ടേ? ഇനി ഇത് ഇളക്കി തന്നെ കഴിഞ്ഞാൽ കുരുമുളക് പൊടി എന്ത് കുറച്ചും കൂടി ഇട്ടാലോ? മതി, അത്രയും മതി. നിന്റെ ചുമ ഇച്ചിരി കുറഞ്ഞു കിട്ടൂടി. ഓവർ കുരുമുളക് പൊടി ആയാലും തിന്നാൻ പറ്റില്ല. കറക്റ്റാ. വലിയ ചുമയൊന്നും ഇല്ല, ഇടയ്ക്കേ ഉള്ളൂ. ഞങ്ങളുടെ മുട്ട എങ്ങനെ പൊരിച്ച് മാറ്റിട്ടോ ഞങ്ങള്. ഇനി മാഗിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതത്ര നല്ല സാധനമൊന്നും അല്ല. വിദേശത്തൊക്കെ മാഗി എല്ലാരും കഴിക്കുന്നു. വിദേശത്തോ? നമ്മുടെ കാശ്മീർ ഭാഗത്ത് ചെന്ന മൊത്തം എല്ലാരും ഇത് തന്നെ. കാശ്മീർ ലഡാക്ക് സൈഡിലേക്ക് തണുപ്പുള്ള ഈ ഒരു ഏരിയ തന്നെ എല്ലായിടത്തും പോയാലും ഇത് തന്നെയാണ് കിട്ടുള്ളൂ. ഊട്ടിയിൽ ചെന്നാലും അങ്ങനെ തന്നെ. പിന്നെന്താണ് അങ്ങനെ ഇത് കൊള്ളിയല്ലെന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിള്ളേരെ പറ്റിക്കാനുള്ള ഒരു ഐഡിയ ആയിരിക്കാം എന്തോ. അങ്ങനെ നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത്തിരി വെള്ളം കുറഞ്ഞു പോയോ? ഈ വെള്ളം തീരുമ്പോ കറക്റ്റ് വേവാവും. ഞങ്ങള് കണ്ടു ഇവിടെ ഉണ്ട്. പക്ഷെ മുട്ടേന്റെ കോല നോക്ക്. മുട്ട എത്രയാണ്? മുട്ടേന്റെ ഇടയ്ക്ക് ഞങ്ങൾ തിന്നുന്നുണ്ട് കേട്ടോ. കാരണം അല്ലെങ്കിൽ തണുത്തു പോകും ഇവിടെ. പക്ഷെ കാറ്റില്ല, നല്ല തണുപ്പ്. നല്ല തണുപ്പാ. ഇത്തിരി കൂടെ വെള്ളം വേണം കേട്ടേ. വേണ്ടടോ. തണുപ്പാ. നല്ല തണുപ്പുണ്ട് അല്ലേ? മഴ ഇങ്ങനെ ചാറുന്നുണ്ട് കേട്ടോ. ഇനി വെള്ളം ഒഴിച്ചാ എന്താ അറിയാം. സ്ഥലം എന്തായാലും അടിപൊളി സ്ഥലത്താ ഞങ്ങൾ നിർത്തിയത്. വേണ്ട മുത്തുമണി, നമ്മുടെ മാഗി ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. ഞാൻ ഉണ്ടാക്കിയ മാഗി സൂപ്പറാണ്. സൂയിപ്പിക്കാൻ എന്തെങ്കിലും മകളെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. മുടിയൊക്കെ ഇരിക്കണോ ഈ ഉറക്കം ഉറങ്ങിയിട്ട്. ഒന്ന് അതിനിടയ്ക്ക് ഒന്ന് കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് എണീറ്റതാണ്. നമുക്ക് യുദ്ധം തുടങ്ങാം. നമുക്ക് കഴിക്കാന്നാ.
ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് വേഗം മാഗി കഴിക്കാം കേട്ടോ. അപ്പോൾ അതേ കോട അത്യാവശ്യം കുറഞ്ഞു, അത്യാവശ്യം കോട മൊത്തം പോയത് ചെറിയ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ എന്താ എപ്പോഴും മഴയാണോ? ആവി പറക്കും ടീക്കടേ. എങ്ങനെയുണ്ട് കുഞ്ഞാ? ആ താങ്ക് യു. അങ്ങനെ മാഗി എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇതെന്താ ആൻസി? പിസ്ത. അതെനിക്ക് വേണമെന്ന് ചോദിച്ച് കളഞ്ഞല്ലേ, ഞാൻ തിന്നോളാം. അൻസി വാ പോവാന്നാ, അപ്പുറത്ത് എവിടെയെങ്കിലും പോയി സൈഡാക്കാം അല്ലേ? അവള് ചുമ്മാ തള്ളുന്ന, അത് പശു അടി. എന്നാ പോവാ. അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് വന്ന് നമ്മുടെ വണ്ടി കുറച്ച് അധികം നിർത്തി കിട്ടു കേട്ടോ. നല്ല സ്ഥലം അല്ലേ? അടിപൊളി. ഇതൊക്കെ എനിക്ക് തോന്നുന്നേ ആ മഞ്ഞ് വീണു എന്ന് പറഞ്ഞില്ലേ, അന്നേരം മഞ്ഞ് മൊത്തം പോയതായിരിക്കും. അല്ല ഈ ചെടികളൊക്കെ കഴിഞ്ഞു പോയതായിരിക്കും. ഇവിടെ വേസ്റ്റ് ഇടരുത് നമ്മളെ കാണുന്ന ഓരോരുത്തരും പറയും. പക്ഷെ ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേസ്റ്റേ ഉള്ളൂ, വേറെ ഒരു സാധനമില്ല ഇവിടെ. നമ്മളെ പോലെയുള്ള വന്ന ആൾക്കാർ ഇട്ടതാണോ മാമാ? അതെ. അല്ല ഇവിടെ ഉള്ളവരും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കടകളിൽ നിന്നൊക്കെ നമുക്ക് തരുന്ന പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ടാ. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? എന്നിട്ട് ടൂറ് വരുന്നവർക്ക് മാത്രം പ്ലാസ്റ്റിക് നിരോധനം. എന്താ അങ്ങനെയൊന്നും ചെയ്യും. അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അതെ, അങ്ങനെയല്ലേ നീ ഉദ്ദേശിച്ചത്? അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ.